കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുകയാണ്. കേരളത്തിൽ പൊതുഗതാഗതം താറുമാറായി. മറ്റ് സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മലപ്പുറം ജില്ലയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ചേരുന്നു. മലപ്പുറത്ത് ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നു. KSRTCയും സർവീസ് നടത്തുന്ന സ്ഥലമാണ്. പൊതുവേ സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടോ? SKN ഇപ്പോൾ ഏറെക്കുറെ ശൂന്യമാണ് മലപ്പുറം ജില്ലയിലെ നിരത്തുകൾ എന്ന് തന്നെ പറയാം. വളരെ ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ, ഒപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഓടുന്നത്. അതൊക്കെ തന്നെ എയർപോർട്ട്, ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള ബോർഡുകൾ വെച്ച് മാത്രമാണ് ഓടുന്നത് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഓട്ടോറിക്ഷകൾ ഒന്നും തന്നെ ഇല്ല. ഇതൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. ഒക്കെ തന്നെ ശൂന്യമായി തന്നെ കടക്കുകയാണ്. KSRTC ബസ്സുകൾ ഇപ്പോൾ ഒരു 6 സർവീസുകളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പോയിരിക്കുന്നത്. അതിൽ ഹരിപ്പാടിലേക്കുള്ള ബസ് പുലർച്ചെ 4:10 പോകേണ്ടതായിരുന്നു. അത് 6:30 വരെ ഈ സമരക്കാർ തടഞ്ഞു വെച്ചിരുന്നു. അതിനുശേഷം പോലീസ് എത്തുകയും ഇവിടെ നിന്ന് വാഹനത്തെ കടത്തിവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് പ്രകാരം 6:30 കൂടി ഈ ഹരിപ്പാടിലേക്കുള്ള ബസ് ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോടിലേക്കുള്ള ബസ്, ഒരു മഞ്ചേരിയിലേക്കുള്ള ബസ്, ഇത് പോലീസ് എസ്കോർട്ടോട് കൂടിയാണ് ഇപ്പോൾ മലപ്പുറം ഡിപ്പോയിൽ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് 2 സർവീസുകളും പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്ന് 1 സർവീസും, ഇങ്ങനെ ഏകദേശം ഒരു 7 സർവീസുകൾ മാത്രമാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് KSRTC ബസ്സുകൾ ഓടിയിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും നിശ്ചലം എന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയാണ്. ഇന്നലെ ഏകദേശം ഒരു 1500ഓളം ബസ്സുകൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതിൽ ഭൂരിഭാഗം ബസ്സുകളും ഇന്നലെയും ഈ പണിമുടക്കിൻ്റെ ഭാഗമായിരുന്നു. അതേ തുടർന്ന് തന്നെ തീർത്തും ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് KSRTC ബസ്സുകളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ബസ്സുകൾ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഈ ഉൾമേഖലകളിലേക്ക് ഒന്നും തന്നെ ബസ്സുകളില്ല. അവരുടെയൊക്കെ യാത്രയെ എല്ലാം തന്നെ താറുമാറാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്നലെ പോയിരുന്നു. ഇന്നും സമാനമായിട്ടുള്ള സ്ഥിതിയാണ്. അപ്പോൾ ദേശീയ പണിമുടക്കിനോട് ഏറെക്കുറെ പൂർണ്ണമാണ് മലപ്പുറം ജില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാം. കാരണം ഇതൊക്കെ രാവിലെ 7 മണിയോടുകൂടി തന്നെ തുറക്കേണ്ട കടകളാണ്. എല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നു. ഇതാണ് നിലവിലൊരു സാഹചര്യം. ഈ ഒരു പണിമുടക്കാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അധികം യാത്രക്കാരൊന്നും എവിടെയുമില്ല. ഈ ബസ്സുകളിൽ യാത്രക്കാർ വരികയാണെങ്കിൽ കൂടുതൽ KSRTC സർവീസുകൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിൻ്റെ ഒരു കനത്ത സുരക്ഷ കൂടി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. മഞ്ചേരി അതുപോലെ തന്നെ നിലമ്പൂർ പ്രദേശങ്ങളിലും സമാനമായിട്ടുള്ള സാഹചര്യം എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലെ റിപ്പോർട്ട്. SKN. കേരളത്തിൽ പൊതുവേ വാഹനങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. കാസർഗോഡ് ജില്ലയിലും വണ്ടികൾ ഓടുന്നില്ല. എന്നാൽ ഹോട്ടലുകളൊക്കെ തുറന്നിട്ടുണ്ട്.